അർമേനിയയിലെ ഇന്നത്തെ ഒരു ദിവസം രാവിലെ തന്നെ നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു. കൃത്യം 7:40 തന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. എന്നത്തെയും പോലെയല്ല, ഇന്ന് ചെറിയ മഞ്ഞ് വീഴ്ചയുണ്ട്. അതിതീവ്രമായ മഞ്ഞ് വീഴ്ചയല്ല, സാധാരണ ഇങ്ങനെ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ വീഴുന്നത് പോലെ ചെറിയ രീതിക്ക് മഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. റോഡുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളും മുഴുവനായിട്ടും മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ചിന്തയെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ബസ് വരണമെന്നാണ്. കാരണം -7 ഡിഗ്രിയാണ്, അതികഠിനമായ തണുപ്പ്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഈ മഞ്ഞിൽ നിൽക്കണം. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ചിന്ത നമ്മുടെ ബസ് വരാനായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പാണ്. അങ്ങനെ ഈ കഠിനമായ തണുപ്പൊക്കെ സഹിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ബസ്സെത്തി. ഈ ബസ്സെന്ന് പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ ഭരണകാലത്തുണ്ടായിരുന്ന ആ ഒരു പഴയ മോഡലുള്ളൊരു ബസ്സാണ്. കാരണം ഹീറ്റർ സംവിധാനങ്ങളോ മറ്റ് ആധുനിക സംവിധാനങ്ങളോ ഒന്നും ഈ ബസ്സിലില്ല. യാത്രയെന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു യാത്രയാണ്. കാര്യം 1 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യണം ബസ്സിൽ. നമ്മുടെ യാത്രാ സമയം 1 മണിക്കൂറാണ്. അപ്പോൾ ഈ ഹീറ്റർ സംവിധാനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്ത ഈ ബസ്സിൽ 1 മണിക്കൂർ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ഇത്രയും കഠിനമായൊരു തണുപ്പ് വളരെ ദുഷ്കരമാണ്. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് കുറച്ച് ഒരു ഉയരം കൂടിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ മഞ്ഞ് വീഴ്ച ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് അതികഠിനമായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളെല്ലാവരും രാവിലെ തന്നെ പറഞ്ഞു അവിടെ നല്ല മഞ്ഞ് വീഴ്ച ആയിരിക്കുമെന്ന്. കാര്യം അങ്ങോട്ട് പോകുന്ന റോഡുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ കൂടി വന്നു. കണ്ടാലൊരു വെളുപ്പിന് 5 മണിയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു 7:50 8 മണി ടൈമാണ് രാവിലെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിൽ. തുറന്നിരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ, ജോർജിയയിൽ നിന്നും ഇറാനിൽ നിന്നും വരുന്ന ചരക്കുമായി വന്ന് റോഡരികിൽ സ്റ്റേ ചെയ്യുന്ന വലിയ വലിയ ട്രക്കുകൾ, അങ്ങനെ പല കാഴ്ചകളും ഉണ്ടായിരുന്നു. അർമേനിയ എന്ന രാജ്യത്ത് കടലില്ലാത്തതുകൊണ്ട് തന്നെ പൂർണ്ണമായും ചരക്ക് ഗതാഗതം നടക്കുന്നത് റോഡ് മാർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ ഇറാനും ജോർജിയയും നല്ല രീതിക്ക് തന്നെ വ്യാപാര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബസ്സിലെ ഗ്ലാസ് എല്ലാം അടച്ചിട്ടിട്ടുണ്ടെങ്കിലും എവിടെ നിന്ന് കാറ്റിങ്ങനെ അടിച്ച് കയറുന്നുണ്ട്, തണുത്ത കാറ്റിങ്ങനെ അകത്തേക്ക് അടിക്കുന്നുണ്ട്. അതുകൂടിയായപ്പോൾ എല്ലാവരും ഐസ് കട്ട പോലെയായി. അങ്ങനെ നമ്മളൊരു 4 കിലോമീറ്ററോളം യാത്ര ചെയ്തെത്തിയത് യെരവാൻ നഗരത്തിലെ ഷിറാക്ക് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഇവിടെ അത്യാവശ്യം മഞ്ഞ് വീണ് കിടപ്പുണ്ട്. റോഡെല്ലാം കണ്ടില്ലേ, നല്ല മഞ്ഞ് വീണ് കിടപ്പുണ്ട്. അതിനടിയിൽ കൂടി റെയിൽവേ പാത കടന്നു പോകുന്നുണ്ട്, അതിലും അത്യാവശ്യം മഞ്ഞ് വീണ് കിടപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ റോഡുകളെന്ന് പറയുന്നത് അതിഗംഭീരമാണ്, വലിയ റോഡുകളാണ്. അർമേനിയ എന്ന് പറയുന്നൊരു ചെറിയൊരു രാജ്യമാണെങ്കിൽ ഇവിടുത്തെ റോഡ് ഗതാഗതങ്ങളൊക്കെ ഇവർ അതിമനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ റോഡിനരികെ കാണുന്ന ഈ വീടുകളൊക്കെ ഉണ്ടല്ലോ, വളരെ ചെറിയ വീടുകളാണ്. ചെറിയ കുടിലുകൾ പോലെ തോന്നിക്കുന്ന ചെറിയ ചെറിയ വീടുകൾ. വളരെ ചെറിയ വീടുകളാണെങ്കിലും അതിമനോഹരമായിരിക്കുന്നു അവയുടെ നിർമ്മാണ രീതികൾ. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ യാത്ര ചെയ്തെത്തിയപ്പോൾ വലിയ 5 നില കെട്ടിടങ്ങളുള്ള വലിയൊരു പട്ടണം എത്തിയതുപോലെ തോന്നും. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. ഈ ഒരു 5 നില കെട്ടിടത്തിൻ്റെ കുറച്ച് ഒരു 100-200 മീറ്റർ അങ്ങോട്ട് മാറിപ്പോയാൽ വീണ്ടും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ പഴയ ചെറിയ ഷീറ്റ് മേഞ്ഞ വീടുകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഈ 4 റോഡ് വന്ന് ചേരുന്നിടത്ത് മാത്രമേ നമുക്കിങ്ങനെ കാണാൻ പറ്റൂ. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഓരോ സ്ഥാപനങ്ങളാണ്. പോസ്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നേരെ ഒരു 100-200 മീറ്റർ വീണ്ടും മുന്നിലേക്ക് എത്തിയപ്പോൾ ഇവിടെയൊക്കെ നല്ല മഞ്ഞ് വീഴ്ചയുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും മഞ്ഞ് വീഴ്ചയുണ്ട്. വീടുകളെല്ലാം കണ്ടില്ലേ, പൂർണ്ണമായി മുകളിലെല്ലാം മഞ്ഞ് വീണിട്ടുണ്ട്. ആ ഒരു പഴയ സോവിയറ്റ് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന അങ്ങനെയുള്ള വീടുകളാണ് ഇതിൽ അധികമായി നമുക്ക് ഈ അർമേനിയയിൽ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ വീടുകളുടെയൊക്കെ മേൽക്കൂര കണ്ടില്ലേ, ഫുള്ള് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം ഇവിടെ മഞ്ഞ് വീഴ്ച ഉള്ളതുകൊണ്ടായിരിക്കണം എല്ലാം കർവ്ഡായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. മഞ്ഞ് തങ്ങി നിൽക്കാതെ നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെയുള്ള രീതിക്ക് ഇവർ വീട് പണിഞ്ഞിട്ടുള്ളത്. ഇവർ ഈ പുറമേ ഒന്നും ചെയ്യാറില്ല, പെയിൻ്റ് അടിക്കുകയോ അങ്ങനെയുള്ള ഡിസൈൻ പണികളോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അകമെന്ന് പറയുന്നത്, ഈ വീടുകളുടെയൊക്കെ അകമെന്ന് പറയുന്നത് അതിമനോഹരമായിരിക്കും. പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് സീലിങ്ങൊക്കെ ചെയ്ത് അങ്ങനെയുള്ള രീതിക്കാണ് വീടുകളൊക്കെ ഇവിടെ മിക്ക വീടുകളും കാണാറുള്ളത്. അധിക സമ്പന്നരൊന്നും താമസിക്കാത്ത നഗരത്തിൻ്റെ ഒരു പ്രധാന പാതയത്. അങ്ങനെ കുറച്ചധിക ദൂരം നമ്മൾ സഞ്ചരിച്ചപ്പോഴാണ് അറിയുന്നത് കാലാവസ്ഥ ആകെ മാറിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട കാലാവസ്ഥയല്ല, മഞ്ഞുവീഴ്ച വീണ്ടും തുടങ്ങിയിരിക്കുന്നു. റോഡുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ അധികമായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ, ചുറ്റിനും നിൽക്കുന്ന മരങ്ങൾ, റോഡുകൾ, ഇവയെല്ലാം പൂർണ്ണമായിട്ട് മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട്. കാര്യം ഒരു മലയാളി എന്ന നിലയ്ക്ക് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണിത്, ഈ മഞ്ഞ് കാഴ്ച. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ മഞ്ഞ് വീഴുന്ന കാര്യം പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഞാൻ വലിയ എക്സൈറ്റഡ് ആണ്. കാര്യം ഈ കാഴ്ചകളൊക്കെ നമ്മൾ ടി വിയിലും ഓരോ പുസ്തകങ്ങളിലും മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ റോഡിലൊന്നും ഒരു തരി മഞ്ഞില്ല. കാര്യം ഇവിടെയൊക്കെ മഞ്ഞ് വീഴ്ച നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഗവൺമെൻറ്റിൻ്റെ വാഹനങ്ങൾ വന്നിട്ട് നേരത്തെ തന്നെ ഈ റോഡിലെ മഞ്ഞെല്ലാം നീക്കിപ്പോയിരുന്നു. ബസ്സിലാണെങ്കിൽ തണുപ്പ് കൂടി വന്നു. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫാക്ടറിയിലേക്ക് എത്താനുള്ള ഒരു ചിന്തയായി, എത്രയും പെട്ടെന്ന് എത്തണേ എന്നുള്ളൊരു ചിന്തയായി.
അങ്ങനെ നമ്മളൊരു ഏകദേശം 9 മണിയൊക്കെ ആവാറായപ്പോൾ അവാൻ എന്ന് പറയുന്ന ഒരു നഗരത്തിലെത്തി. യെരവാനിലെ അരിഞ്ച് എന്ന ഒരു വലിയ പ്രദേശത്തെ അവാൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പട്ടണം. ഇവിടെ ഈ അരിഞ്ച് എന്ന് പറയുന്നത് 2011 ഒരു കണക്ക് പ്രകാരം 6000 പേരാണ് ഈ ഒരു പട്ടണത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വളരെ ഒരു ചെറിയൊരു പ്രദേശമായിരുന്നിട്ടും ഇവിടെ ഒരുപാട് കോടീശ്വരന്മാർ താമസിക്കുന്നൊരു സ്ഥലമാണ്. സമ്പന്നരായ ആൾക്കാർ, വലിയ മാളുകൾ, ഇപ്പോഴും മാളുകളുടെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ കാണാൻ പറ്റും മാളുകളുടെ പണി, വലിയ കെട്ടിടങ്ങൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു അത്യാവശ്യം ഒരു ചെറിയ പ്രദേശമാണെങ്കിൽ പോലും സമ്പന്നമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ അരിഞ്ച് എന്ന് പറയുന്ന പ്രദേശം. അരിഞ്ചിലെ അവാൻ എന്ന് പറയുന്നൊരു പ്രദേശം. അങ്ങനെയുള്ള ഈ അരിഞ്ച് എന്ന് പറഞ്ഞ ഈ പ്രദേശവും പൂർണ്ണമായിട്ടും മഞ്ഞ് മൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ഫാക്ടറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡ് കണ്ടോ, ഫാക്ടറി അടുത്തുള്ള റോഡുകളെല്ലാം വാഹനങ്ങൾ പോയി മഞ്ഞെല്ലാം ഒരു ചെളിക്കുണ്ട് പോലെ ആയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ വളരെ പതുക്കെയാണ് പോകുന്നത്. ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കണം, അതായിരിക്കും ഇങ്ങനെ ഈ ചെളിക്കുണ്ട് പോലെ ആയിട്ടുള്ളത്. ഇവിടെ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ പതുക്കെ പോകുന്നത് ഈ ടയർ സ്ലിപ്പാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബസ്സും വളരെ പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ കമ്പനിയുടെ പ്രവേശന കവാടം എത്തിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല മഞ്ഞ് വീണ് കിടപ്പുണ്ട്. അങ്ങനെ കൃത്യം 9 മണിയായപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ ബാഗുകളും ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ജോലി സ്ഥലത്തേക്ക് ഇറങ്ങുവാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് യാതൊരു മനോഭാവവും ഇല്ല. അവരെന്നത്തെയും പോലെ സാധാരണ ഒരു ദിവസം പോലെ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, നേരെ ജോലിക്ക് കയറി പോകുന്നു. അവർ ഈ ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെ ഈ ഒരു മഞ്ഞ് കാണുകയല്ലേ, അതുകൊണ്ടായിരിക്കാം. ഇന്നലെ കണ്ട ആ ഒരു സ്ഥലമേ അല്ലേ ഇത്. അതുകൊണ്ട് എന്നെ പോലുള്ള മലയാളികളെ ഇത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറിയില്ല. കുറച്ച് പുറത്തൊക്കെ ഒന്ന് നടന്ന് കുറച്ച് ചിത്രങ്ങളൊക്കെ പകർത്തി, പിന്നെ വീട്ടുകാരെയൊക്കെ വിളിച്ചു, അവരെയൊക്കെ ഒന്ന് വീഡിയോ കോളിൽ ഈ മഞ്ഞിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ജോലിക്ക് കയറിയത്.